2014 നമുക്കറിയാം, ഏത് ചെകുത്താൻ വന്നാലും വേണ്ടിയില്ല, സോണിയാഗാന്ധി പിന്നിൽ നിന്ന് നയിക്കുന്ന അല്ലെങ്കിൽ സോണിയാഗാന്ധി ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തുന്ന ഭരണകൂടം അവസാനിക്കണമെന്ന് രാജ്യം ചിന്തിച്ചു. ഒരു ചെകുത്താനെ തന്നെ ഭരണകൂടമായി നമുക്ക് കിട്ടുകയും ചെയ്തു. ഇവിടെ ഒരു മതേതര സമൂഹമായി നിലകൊള്ളുക എന്നുള്ള നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ കാര്യം, അതിലാണ് വിള്ളലുണ്ടായിട്ടുള്ളത്. ആ വിള്ളല് തിരിച്ചു പിടിക്കാൻ എളുപ്പമല്ല. അതുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള വെല്ലുവിളികളെ ജനാധിപത്യ ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്നത്. നോക്കൂ, ഈ വർഗീയ ഭരണകൂടം, ഈ സ്വേച്ഛാധിപത്യ ഭരണകൂടം എങ്ങനെയാണ് അധികാരത്തിലെത്തിയത്? 2014 നമുക്കറിയാം, ഏത് ചെകുത്താൻ വന്നാലും വേണ്ടിയില്ല, സോണിയാഗാന്ധി പിന്നിൽ നിന്ന് നയിക്കുന്ന അല്ലെങ്കിൽ സോണിയാഗാന്ധി ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തുന്ന ഭരണകൂടം അവസാനിക്കണമെന്ന് രാജ്യം ചിന്തിച്ചു. ഒരു ചെകുത്താനെ തന്നെ ഭരണകൂടമായി നമുക്ക് കിട്ടുകയും ചെയ്തു. 2019 ആയപ്പോഴേക്കും ദേശീയ വികാരം നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ചു. പുൽവാമ, ബാലക്കോട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അത് കുറച്ചുകൂടി വിശദമായി പഠിച്ചാൽ എങ്ങനെയാണ് ബാലക്കോട്ട് ഉണ്ടായത്, ബാലക്കോട് ഒരു ആഖ്യാനമാക്കി എങ്ങനെയാണ് ഉണ്ടാക്കിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പബ്ലിക് ടിവിയുടെ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ വ്യക്തമാവും. ഞാൻ അതിനെക്കുറിച്ചൊന്നും ദീർഘമായി പോകുന്നില്ല. 2024 ആയപ്പോഴേക്കും നമുക്കറിയാം, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ BJP എങ്ങനെയാണോ 1984 മുതൽ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി രാമക്ഷേത്രം ഉപയോഗിച്ചത്, അതിന്റെ കൾമിനേഷൻ ആയിരുന്നു, അതിന്റെ അവസാന മൈൽ പോസ്റ്റുകളിൽ ഒന്നായിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. എന്നിട്ടും BJPക്ക് ആകെ കിട്ടിയത് വെറും 240 സീറ്റുകളാണ്. 272 സീറ്റുകൾ ഭരണത്തിലേറാൻ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമുള്ളപ്പോ BJPക്ക് കിട്ടിയത് വെറും 240 സീറ്റുകൾ. ജനതാദൾ യുണൈറ്റഡിന്റെയും TDPയുടെയും പിന്തുണയോടുകൂടിയാണ് BJP ഭരണത്തിലേറിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴോ ആം ആദ്മിയെ പിളർത്തി, ശിവസേനയെ പിളർത്തി, തൃണമൂൽ കോൺഗ്രസിനെ പിളർത്തി 3-2 ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അങ്ങനെ 3-2 ഭൂരിപക്ഷം ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് ശേഷം ഈ പാർട്ടികളെയൊക്കെ പിളർത്തി നിൽക്കുമ്പോഴാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാകുന്നത്. രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച നടക്കുന്ന കാര്യങ്ങളല്ല ഈ ആഴ്ച നടക്കുക. ഓരോ ദിവസവും രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് അടിസ്ഥാനപരമായ കാരണങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം എപ്പോഴും വലിയൊരു ചുഴിയാണ്. അതുകൊണ്ടാണ് ഈ പാർലമെന്റ് സമ്മേളനം ഒരു ദിവസം പോലും നടത്താൻ സാധിക്കാത്ത വിധത്തില് BJP ഒറ്റപ്പെട്ടു പോയത്. മണ്ഡല പുനർനിർണയ അടക്കമുള്ള ഭരണഘടനാ ഭേദഗതികള് ഇത്തവണ കൊണ്ടുവരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ പാർലമെന്റിന്റെ ഉള്ളിലേക്ക് കയറാൻ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം.